Once again, welcome to my video blog, AjayTechTips. ഞാൻ Ajay, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് യൂട്യൂബേഴ്സ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ഈ അടുത്ത് റീസെൻ്റ്ലി നടന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് യൂട്യൂബർമാർ കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ കാണാം, കാരണം ഇതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യും. എനിക്ക് വിത്ത് പ്ലഷർ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ അടുത്ത് നമുക്കറിയാം ഫിറോസ് ചുട്ടിപ്പാറ നമ്മുടെ മലയാളികളുടെ വായിലേക്ക് ഏറ്റവും നല്ല രസകരമായിട്ടുള്ള രുചിക്കൂട്ടുകളായി വന്ന് യൂട്യൂബ് ചാനലിൽ കൂടെ വന്ന് പാവങ്ങൾക്ക് ചാരിറ്റി ഓർഫനേജിലേക്ക് പുള്ളി വയ്ക്കുന്ന ഫുഡുകൾ നേരിട്ട് ഓർഫനേജിലേക്കാണ് എത്തിച്ചു കൊടുക്കുന്നത്. അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പുള്ളിയുടെ പേരിൽ ഇപ്പം ഈ അടുത്തൊരു കേസ് വന്നു. അപ്പോൾ കേസ് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയാണ്. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ശ്രിയാസ് വ്ളോഗിലെ ശ്രിയ അജയ്, കാരണം നിങ്ങൾക്കറിയാം ശ്രിയാസ് വ്ളോഗ് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടോടെ ആ ചാനലും കയറി വരുന്നുണ്ട്, അവളുടെ വീഡിയോസിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ശ്രിയാസ് വ്ളോഗിലെ ശ്രിയ അജയ് ഞാനും മോള് കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ടി വിയിലൊക്കെ യൂട്യൂബ് വീഡിയോസ് കാണാറ്. അത് അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ വീഡിയോ കാണും, ടെക് ട്രാവൽ ഈറ്റ് കാണും, ഹസ്നാസ് കിച്ചൺ, ഇപ്പോൾ ദ വില്ലേജ് ലൈഫ് സ്റ്റൈൽ ആ ചാനൽ കാണാറുണ്ട്, ആരതീസ് റെസിപ്പി, കുറേ ചാനലുകൾ ഞങ്ങൾ കാണാറുണ്ട് ടി വിയിലിട്ടിട്ട്. പിന്നെ കടൽമാച്ചാൻ്റെ ചാനൽ, വിഷ്ണുവിൻ്റെ ചാനൽ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഈ എല്ലാ ചാനൽ കാണുമ്പോഴും സഞ്ജു ടെക്കി എല്ലാവരും കാണും. അപ്പം ഈ വീഡിയോ കാണുമ്പം ഫിറോസ് ചുട്ടിപ്പാറിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ അവളും പറഞ്ഞു ഇത് ചിലപ്പം ഒരു പണി വരാൻ ചാൻസ് ഉണ്ട് അവർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ആമയുടെ മേലെ ഗോപ്രോ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നു. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, കാരണം അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയതാണ്. പക്ഷെ അദ്ദേഹത്തിന് എതിരെ ഒരു കേസ് വന്നു. എന്താ വൈൽഡ് ലൈഫിൻ്റെ അവർ കേസ് എടുത്ത് അദ്ദേഹത്തെ ഫോറസ്റ്റിൻ്റെ കേസ് വന്നു. കാരണം നമുക്കറിയാം സുജിത് ഭക്തൻ ഒരു കാട്ടിൽ കയറി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് തന്നെ കേസ് കൊടുത്ത ഫോറസ്റ്റ് ഗവൺമെൻറ്. കാരണം ലോ ആകുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അമ്മയുടെ മേലെ ഗോപ്രോ വെച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ മോളോടും പറഞ്ഞു. അപ്പോൾ മോൾക്കും അത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഫിറോസ് ചുട്ടിപ്പാറയ്ക്ക് അത് തോന്നിയില്ല. അതുകൊണ്ട് ഷൂട്ട് ചെയ്ത് വീഡിയോ ഇട്ടു. ഒരു വ്യക്തി കേസ് കൊടുത്തു, കാരണം പ്രകൃതി സ്നേഹമുള്ള ആൾക്കാരുണ്ട്, അവരെ കേസ് കൊടുത്തു. പുള്ളിക്ക് എതിരെ പോലീസ് ആൻഡ് ഫോറസ്റ്റിൻ്റെ കേസ് വന്നു. അപ്പോൾ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു. നമ്മൾ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്ത കാര്യമല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക്, എൻ്റെ പ്രേക്ഷകർക്ക് അബദ്ധം പറ്റരുത്. അതായത് കുട്ടികളെ ഹേർട്ട് ചെയ്യുക, മൃഗങ്ങളെ ഹേർട്ട് ചെയ്യുക, മരത്തിനോട് പ്രകൃതിനോട് ഹേർട്ട് ചെയ്തിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് ചെയ്യുക, പിന്നെ കൂടുതൽ ഡെവിൾനെസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലീസ് കേസ് വരും. പിന്നെ ചെറിയ കുട്ടികളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടീനെ കൊണ്ട് അത് കേസ് വരും. അപ്പം എപ്പോഴും യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ നിയമത്തിന് നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ കവറിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളിനുള്ളിൽ നിന്നിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലീഗലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ജയിൽ ശിക്ഷ വരെ ലഭിക്കും. കാരണം അത് ഡിജിറ്റലൈസ്ഡ് ആണ്. നമ്മൾ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്താലും യൂട്യൂബിൻ്റെ സെർവറിൽ അവർക്ക് ഡാറ്റ ഡിഗ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള കഴിഞ്ഞ 26-ാം തീയതി മുതൽക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ലോസ് ആണ്. നമ്മുടെ വാട്സപ്പിൽ മാത്രമല്ല യൂട്യൂബിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ കാര്യമാണ്. യൂട്യൂബേഴ്സിന് എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ മോണിറ്റൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മോണിറ്റൈസ് ചെയ്യണ്ട എന്ന് പറയുന്ന ചാനലുകളും ഉണ്ട്. അങ്ങനത്തെ ചാനലുകൾ യൂട്യൂബ് ഇനി സമ്മതിക്കില്ല. ഇനി ഈ ജൂൺ 1 മുതൽക്ക് ഏതൊരു ചാനൽ, ചെറിയ ഒരു സബ്സ്ക്രൈബറുള്ള ചാനലായാലും യൂട്യൂബ് ആഡ് ഇടും, അതിൻ്റെ ഏർണിങ്സ് അവരിടും. 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും ക്രൈറ്റീരിയ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മോണിറ്റൈസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഒരാൾ എഴുതി ചോദിച്ചു ഞങ്ങൾക്ക് പരസ്യം വരണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ യൂട്യൂബ് അതിന് കൊടുത്തൊരു മറുപടി ഇതാണ്, നിങ്ങൾക്ക് ഏത് വീഡിയോയിൽ പരസ്യം വരണം വേണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം എന്താ, അവിടെ നമുക്ക് ആഡ് ഓണും ഓഫ് ആക്കാനുണ്ട്. അപ്പോൾ അയാൾക്ക് ആഡ് വരണ്ട, ആ റവന്യൂ വേണ്ടെങ്കിൽ ഫുൾ വീഡിയോസിൻ്റെയും ആഡ് ഓഫ് ചെയ്യുക. പക്ഷെ യൂട്യൂബിന് അത് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഷെയർ യൂട്യൂബിന് പോകുന്നുണ്ട്. ഇപ്പോൾ 60-40 അല്ലെങ്കിൽ 65-35 എന്നുള്ള ഒരു അനുപാതം യൂട്യൂബിന് പോകുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിന് വേണം, കാരണം യൂട്യൂബ് നിങ്ങൾക്കൊരു ഡാറ്റ സ്റ്റോറേജ്
സെൻറ്റർ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഫ്രീ ആയിട്ടല്ല തരുന്നത്. യൂട്യൂബിൽ നിന്ന് അതിൽ ഏർണിങ്സ് വേണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ആഡ്സെൻസ് ഓൺ ചെയ്തേ പറ്റൂ. എന്തായാലും നമുക്ക് ആഡ് വേണോ വേണ്ടയോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് നമുക്ക് അവിടെ ഓഫ് ചെയ്തിടാം. കാരണം ഈ അടുത്ത ഒരു കോൺട്രവേഴ്സി വന്നു. ഇതാണ് യൂട്യൂബിനെ കുറിച്ചുള്ള 2 ടിപ്പ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്.